ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഒരു വെണ്ടയ്ക്ക മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെളുത്തുള്ളി, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി, നല്ല ജീരകം, പിന്നെ സബോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. തക്കാളി നല്ല പുളിയുള്ള തക്കാളി നോക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇടാനായിട്ട് ചെറിയൊരു പുളിയും ഉണ്ടാവും കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ കളഞ്ഞിട്ട് ഇതുപോലെ സൈഡ് തിരിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മസാല പെട്ടെന്ന് നമ്മുടെ വെണ്ടയ്ക്കയുടെ ഉള്ളിലേക്കൊക്കെ മസാല പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വലിപ്പം കുറച്ച് കട്ട് ചെയ്യാം, പക്ഷേ ചെരിച്ച് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടിയും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്നുപോലും മിസ്സാകാതെ കിട്ടുന്നതായിരിക്കും. ബെല്ലോളി ഞെക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി 2 തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള തക്കാളിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഇച്ചിരി നല്ല പുളിയുള്ള തക്കാളി, ഇച്ചിരി പച്ച തക്കാളിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും, സവോളയും, മല്ലിയും, നല്ല ജീരകവും, നമ്മുടെ തക്കാളിയും നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ മസാല റെഡിയായി കിട്ടാനായിട്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഓയിൽ നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ല പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും കേട്ടോ. കാരണം വെണ്ടയ്ക്ക നമ്മൾ കഴുകിയപ്പോൾ അതുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് കേട്ടോ പൊട്ടിത്തെറിക്കണം. അപ്പോൾ കുറച്ച് അകലം വലിച്ചൊക്കെ നിന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് അങ്ങോട്ട് മുരിച്ചൊന്നും കളയരുത്. അതിൻ്റെ പച്ചക്കളറ് പോവാണ്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി പോരുത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടോ. നിറച്ച് വെള്ളമൊക്കെ പൊടി തെറിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതിലേക്ക് കടുകും പിന്നെ നല്ല പെരിഞ്ജീരകവും കൂടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവോള കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി പെട്ടെന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ വറ്റൽമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ച ആ പേസ്റ്റില്ലേ മസാലക്കൂട്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിൽ ഇട്ടേച്ചും അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ ഉപ്പും കുറച്ചിട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. കാരണം നമ്മൾ ചൂടുവെള്ളമുള്ള ഒഴിച്ച് കൊടുത്തത്, അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്കയില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കി നിങ്ങൾക്ക് കൂടുതലോ കുറവെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും.
ബായ്.